ഹലോ, അസ്സലാമു അലൈക്കും, ഗുഡ് മോർണിംഗ്, സുബൽ ഖൈർ. ഇന്നൊരു ചെറിയൊരു ഹാർവസ്റ്റിന് ഇറങ്ങിയതാണ്. ഓൾമോസ്റ്റ് വീക്കിലി ഇന്നലെ ഫ്രൈഡേ ബിരിയാണി, അങ്ങനെ ചിക്കൻ, മീറ്റ്, അങ്ങനെ മാറി മാറിയിട്ടൊക്കെ കഴിക്കൽ. അപ്പോൾ ഇന്ന് ഞങ്ങളൊന്ന് മാറ്റി പിടിച്ചു. ഇന്ന് ചട്ടിച്ചോറാണ് ഉണ്ടാക്കണത്. ചട്ടിച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഫാമിൽ കുറച്ച് ഐറ്റംസ് ഉണ്ട്, അതിൻ്റെ ഒരു ഹാർവസ്റ്റിന് വേണ്ടി ഇറങ്ങിയതാണ്. ചട്ടിച്ചോറ് ഇന്ന് ഒരു പരിഷ്കരിച്ച രീതിയാണ്. നമുക്ക് പണ്ട് ഉമ്മമാരൊക്കെ ഒരു പ്ലേറ്റിൽ തന്നെയല്ലേ കറിയും ചോറും കൂട്ടാനും എല്ലാം ഒന്നിച്ച് തരും. അതിപ്പോൾ ഇന്ന് ചട്ടിയിലാക്കി എല്ലാം കൂടെ ഒന്നിച്ച് കൊടുക്കുമ്പോൾ ചട്ടിച്ചോറായി. അപ്പോൾ നമുക്കൊരു ഹാർവസ്റ്റ്, ചെറിയൊരു ഹാർവസ്റ്റ്. ആദ്യം നമുക്ക് പച്ചമുളക് ഉണ്ടോ നോക്കാം. പച്ചമുളക് ഇല്ല എന്നാണ് തോന്നുന്നത്. ഇതിപ്പോൾ ചൂടായ കാരണം ഇപ്പോൾ എല്ലാം ഫ്ലവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു മാസം മുന്നേയൊക്കെ ഞങ്ങൾ ഹാർവസ്റ്റ് ചെയ്തായിരുന്നു. പക്ഷേ ഇപ്പം കുറവാട്ടോ. കുറവ് എന്നല്ല, എല്ലാം ഫ്ലവർ ചെയ്തിട്ടുള്ളൂ. നല്ല ചൂടായിരുന്നു. ചൂട് ഇപ്പോഴാണ് ഒന്ന് മാറി വന്നേ. അപ്പോൾ മുളകില്ല. അടുത്ത നമുക്ക് ചീര ഒരുപാടുണ്ട്. ചീര 3-4 മാസമായിട്ട് ഇതിങ്ങനെ വിളവെടുത്തുകൊണ്ടിരിക്കുക. അതിങ്ങനെ പറിച്ചെടുക്കലല്ല, ഇതിങ്ങനെ മുറിച്ചെടുക്കലാണ്. അത് കാരണം ഇഷ്ടം പോലെ ഒരുപാട് സമയം നമുക്ക് നിൽക്കും, 4 മാസമൊക്കെ നിൽക്കും. അപ്പോൾ ഇതിൽ നിന്ന് ഇളയത് നോക്കിയിട്ട് നമുക്ക് ഇത്തിരി പറിക്കാം. ഫാമിങ്ങിൻ്റെ അടുത്തൊരു സീസൺ തുടങ്ങിയിട്ടോ. അതൊരു കല പോലെ അത് അറേഞ്ച് ചെയ്തിരിക്കണത്. അതിങ്ങനെ വിളഞ്ഞ് നിൽക്കുന്നത് കാണാനും നമുക്ക് അങ്ങോട്ട് പോകാൻ തന്നെ നല്ലൊരു താല്പര്യം തോന്നും. അപ്പോൾ ഒന്നും കൂടി നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്താലോ. ഇതെല്ലാം വിത്ത് പാകിയിട്ട്, ഇത് ചുവപ്പ് ചീരയുണ്ട്, സൈഡിൽ വെണ്ടയുണ്ട്, എല്ലാം അടിപൊളിയായിട്ട് വരുന്നുണ്ട്. പയറും വെച്ചിട്ടുണ്ട്. അടുത്തത് കറിവേപ്പില നമുക്ക് മലയാളികൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഐറ്റം. കറികളിൽ കുറച്ച് കറിവേപ്പില പറിക്കാം. നമുക്ക് നല്ല വലിയ മത്തി ഇട്ടിട്ടുണ്ട്. അപ്പോൾ കുരുമുളക് ഇട്ട് നമ്മൾ ഫ്രൈ ചെയ്യുന്നു. അപ്പോൾ ചട്ടി കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ പാത്രത്തിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. മൺചട്ടി കിട്ടിയില്ല. ചട്ടിച്ചോറ് മാറ്റി പാത്രച്ചോറാക്കിയിട്ടുണ്ട്. നല്ല കുരുമുളകിട്ട മത്തി ഫ്രൈ ഉണ്ട്, പിന്നെ ഓംലെറ്റ് ഉണ്ട്, ചീരയും കയ്പയും തേങ്ങ അരച്ച കറിയുണ്ട്, തേങ്ങാ ചമ്മന്തി ഉണ്ട്, ബീട്രൂട്ട് പച്ചടി, പിന്നെ സാലഡ്, പിന്നെ പപ്പടം. അപ്പോൾ ഓക്കെ, കുശാൽ. ഇന്ന് നമ്മൾ തനി നാടനായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. വളരെ ഗുഡായിട്ടുണ്ട്, നല്ല രസമുണ്ട്.